ലഡ്ഡു പൊട്ടി എന്ന് പറയുന്ന ഒരു യൂസേജ് തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ലഡ്ഡു പൊട്ടുന്നത് നമ്മൾ കണ്ടു. വേറെ എവിടുത്തെ അല്ല, തിരുപ്പതിയിലെ വലിയ ലഡ്ഡു ഉണ്ടല്ലോ, ആ ലഡ്ഡുവാ പൊട്ടിയത്. ഇത് ശ്രീ ചന്ദ്രബാബു നായിഡു, നമ്മുടെ ആന്ധ്ര മുഖ്യമന്ത്രി, ഒരു ഒരു പ്രഖ്യാപനം നടത്തി. അതായത് നേരത്തെ ഈ ജഗ്മോഹൻ്റെ ആ സമയത്ത് പീരീഡിൽ കാലയളവിൽ ഈ ലഡ്ഡുവിൽ തിരുപ്പതിയിൽ നിന്ന് കൊടുത്ത ലഡ്ഡുവിനകത്ത് കൊഴുപ്പ്, മൃഗക്കൊഴുപ്പ് കേട്ടോ കണ്ടെത്തിയെന്നുള്ളതാണ്. അപ്പോൾ അതിലുപയോഗിച്ച നെയ്യെന്ന് പറയുന്നത് മൃഗക്കൊഴുപ്പ് ചേർന്നതാണെന്നാണ് ഉള്ള ഒരു അലിഗേഷനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റുമാണ്, സംശയമില്ല. ഇത് ചന്ദ്രബാബു നായിഡുവിനെ പോലെ ഒരാൾ ഇത്രയും ചീപ്പാവേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു കള്ളത്തരം വിളിച്ചു പറഞ്ഞിട്ട്. ഇതുപോലെ കള്ളമായിട്ടുള്ള ഒരു സംഭവം അന്വേഷിക്കാതെ പറയാമോ? അതിന് പകരം എന്താ വിളിച്ചങ്ങ് പറഞ്ഞേക്കാണ്. അത് ഗൂഗിൾ അവിടുന്ന് കൊടുത്ത തിരുപ്പതിയിൽ നിന്ന് കൊടുത്ത ലഡ്ഡുവിൽ കൊഴുപ്പ്, മൃഗക്കൊഴുപ്പ്. അപ്പോൾ ഇത് വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിട്ടല്ലേ അങ്ങനെ അഥവാ ചേർത്താൽ വരേണ്ടത് ഇത് കണ്ടാൽ? അപ്പോൾ അത് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒന്നില്ലാതായിപ്പോയി. അതായത് ഒരു 4 വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുക എന്നുള്ള ഒരിടപാട്, അതാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത്. വേണമെങ്കിൽ പെണ്ണുങ്ങളെ, സ്ത്രീകളെ, അതിന് പാവപ്പെട്ട സ്ത്രീകളെ അവരെ ഇതിനുപയോഗിക്കും. ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അലിഗേഷൻ, ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ പറയും. പക്ഷെ ഇതെന്ന് പറയുന്നത് വളരെ വലിയ വർഗീയ വിഷം തുപ്പുന്ന ഒന്നായി പോയി ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ പ്രഖ്യാപനം. അതായത് അത് അവസാനം എന്താ, പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ലാബ് റിപ്പോർട്ട് വന്നപ്പോഴാണ് കാണുന്നത് അതിനകത്ത് മൃഗക്കൊഴുപ്പില്ല, ഒന്നുമില്ല, നെയ്യ് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഈ ആദ്യം ഈ അലിഗേഷൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു മഹാൻ. ആ മഹാൻ പിന്നെ വിളിച്ചു പറഞ്ഞു, അയാൾ ഹൈക്കോടതിയുടെ മുമ്പിൽ വെളിവാക്കി. കാരണം ഇതിൽ നെയ്യ് 2 ലോഡ് നെയ്യ് തമിഴ്നാട്ടിൽ നിന്ന് അന്ന് കൊണ്ടുവന്നിരുന്നു, തിരുപ്പതിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ 2 ലോഡ് ആ നെയ്യ് പരിശോധിച്ചപ്പോൾ അവർക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു സംശയം തോന്നിയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അയച്ചു. അതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തു. ക്വാളിറ്റി ചെക്ക് ചെയ്തപ്പോൾ നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ്, അവർ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ്, തിരുപ്പതി ലഡ്ഡുവിൽ ആ കറക്റ്റ് സ്റ്റാൻഡേർഡാണ് വേണ്ടത്. അതിന് ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ട് അവർ തിരിച്ചയച്ചു. ഇങ്ങനെ 4 ലോഡ് തിരിച്ചയച്ചിട്ടുണ്ട് ഈ ജഗ്മോഹൻ്റെ കാലത്ത് എന്നുള്ളത് അയാൾ തന്നെ വെളിവാക്കി. അപ്പോൾ ഈ അലിഗേഷൻ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാളെ രാഷ്ട്രീയമായിട്ട് ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഇത്? കാരണം തിരുപ്പതി എന്ന് പറയുന്നത് ആളുകളെല്ലാം ആരാധിക്കുന്ന, ജനകോടികൾ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് തിരുപ്പതി. അത്രത്തോളം പവിത്രമായ ഒരു സ്ഥലത്തിനെ കുറിച്ച് അവിടുത്തെ ലഡ്ഡു എന്ന് പറയുന്നത്, അവിടുത്തെ അത് ഞാനത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഓരോരുത്തരൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും, ഇതൊക്കെ കൊണ്ടു തരാറുണ്ട്, സുഹൃത്തുക്കളുമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് എത്ര 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 പവിത്രമായിട്ട് കണക്കാക്കുന്ന ഒരെണ്ണമാണ്. ആ ലഡ്ഡു അമ്പലത്തിൽ നിന്ന് അതും കൊടുക്കുന്ന, ആ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നതല്ലേ, അതിനകത്ത് ഇത് ചേർത്തു എന്ന് പറഞ്ഞാൽ വർഗീയ വികാരം ജനങ്ങളിൽ ആളിക്കത്തിക്കത്തില്ലേ? ഒരു ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥലമാണത്. അവിടെ ഹൈന്ദവ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരിലെതിരെ വിരൽ ചൂണ്ടുമെന്നുള്ളത് നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു സമൂഹം പോലും രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ പരിശോധനാ ഫലം ഇതുപോലെ വിളിച്ചു പറയുന്നത്, സാധാരണ ഒരാളെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവനെ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഈ ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ ലാഭത്തിന് മാത്രം വേണ്ടി പറയുകയാണെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വൃത്തികേടായിപ്പോയി. ശ്രീ ചന്ദ്രബാബു നായിഡു ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് അവിടെ മാൻഡേറ്റ് കിട്ടി ഭരിക്കാൻ. ഇപ്പോൾ നിങ്ങൾ കുറേ നാൾ വെളിയിലായിരുന്നല്ലോ, ഭരണത്തിൽ നിന്ന് പുറത്തായിരുന്നല്ലോ. ഇനി ആളുകളല്ലേ നിങ്ങളെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഈ ലഡ്ഡു ഇതുപോലെ പൊട്ടിച്ചില്ലേ, അതിൻ്റെ ഫലം നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതാ വേണ്ടത്. നിങ്ങളിപ്പോൾ ആരുടെ കൂടെ ആ ചങ്ങാത്തം കേട്ടെന്നറിയാമല്ലോ. ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതുപോലെ വൃത്തികേട് വിളിച്ചു പറയാൻ ഇടയായത്. വർഗീയ വികാരം ആളി കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നല്ല ശ്രീ ചന്ദ്രബാബു നായിഡു. നിങ്ങളത് തിരിച്ചറിയണം.